ചുമ്മാ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വ്ളോഗല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ഇപ്പം ഹസബൂജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാൾട്ടയിൽ. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട് വരെ പോകുന്ന ആ ഒരു വേ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന റൂട്ട്. പിന്നെ നമ്മുടെ നാട്ടിലിങ്ങനെ മരത്തേലൊക്കെ ഇങ്ങനെ പേരയ്ക്ക, മാങ്ങ ഒക്കെ തൂങ്ങി കിടക്കത്തില്ലേ, അതുപോലെ നമുക്ക് ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ വരിയോരത്തിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ കാണാം. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെന്താ, നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പള്ളിയുണ്ട്, കാത്തലിക് ചർച്ച്. അവിടുത്തെ പള്ളി പെരുന്നാളായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞിട്ടിപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫിഗില്ലേ, ഫിഗ്, ആ ചെടിയാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്തെ കാകളൊക്കെ വേണ്ടേ, കണ്ട. ഇതിപ്പോൾ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് റോഡ് സൈഡിൽ കാണുന്ന കേട്ടോ, ആരാണ്ടയുടെ കൃഷി സ്ഥലത്തെയാണ്. അതിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. എൻ്റെ ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഫിഗ്. ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ നിറച്ചുണ്ട്. ആരും പറിക്കുന്നില്ല ആവോ, മൊത്തം കാടായിട്ട് ഇങ്ങനെ കിടക്കുക. പിന്നെ വേറെ ഉള്ളത് നമ്മുടെ കള്ളിമുൾ ചെടിയില്ലേ, അതുപോലത്തെ ഒരു ചെടി. അതിലെ പക്ഷേ ഒരു ഫ്രൂട്ടുണ്ട്, അതേ വളരുന്നൊരു ഒരു പിന്നെ പിങ്ക് കളറിലെ ഒരു ഫ്രൂട്ടുണ്ട്. പിന്നെ അല്ലാതെ ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ കളറിലെ ഫ്രൂട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാം. ഇത് ഞാൻ കാണിച്ചു തരാമേ. ഈ സംഭവമാണ് ഇത്, കണ്ടോ. അതിൻ്റെ അകത്തെ ആ പിങ്ക് കളറിലെ, പിങ്കല്ലല്ലോ, മെറൂണ്, ആ കളറിലെ ഫ്രൂട്ട് നമുക്ക് പറിച്ച് കഴിക്കാം. പക്ഷെ സൂക്ഷിക്കണം, കാരണം കഴിഞ്ഞ വട്ടം എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ചെയ്തിട്ട് കയ്യിൽ മുള്ളു കുത്തി കയറിയത്. അത് നിറച്ച് മുള്ളുള്ള സാധനമാണ്. പക്ഷേ ടേസ്റ്റ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതാ. പിന്നെ ഞങ്ങൾ റോഡിൽ വേറൊരു സാധനം കാണിക്കാം. ഇതുണ്ടാ, ഞാൻ എൻ്റെ കുപ്പി ആക്കട്ടെ. ഇത് കണ്ടോ, ഇതെന്തത്, നമ്മുടെ മാതളനാരങ്ങ. ഇത് കണ്ടോ, റോഡിലോട്ട് ഇങ്ങനെ കിടക്കുക. നമുക്ക് കൈ വെച്ച് പറിക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. ഇത് വലിയ മഴയാണ്. ഈ ഭാഗത്തെല്ലാം ഇത് ഒരാളുടെ കൃഷിത്തോട്ടമാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ വീട്ടിലോട്ട് പോകുന്ന വഴിക്കല്ലേ അവരുടെ കൃഷിത്തോട്ടം. ഇവിടെ വേറെ ഭാഗത്തുമുണ്ട് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തുമൊക്കെ ഉണ്ട്. എന്താ കണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡ് സൈഡിലെ ചെടികൾ. പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഒലിവിൻ്റെ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇതിപ്പം ചൂട് കാലാവസ്ഥയുണ്ട്, അതൊന്നും വളർന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡ് സൈഡിൽ കാണുന്ന ചെടികൾ, ഫ്രൂട്ട്സ് ഒക്കെ. അപ്പോൾ ശരി, ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, പഴയ പള്ളി. അതിപ്പം പോയി കേട്ടോ. ഇവിടെ ഇപ്പം പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല. അതേണ്ടേ ഈ ചർച്ചിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ അടച്ചിട്ടേക്കുക. അത് പോയി. ഇത്രയൊക്കെയുള്ളൂ. ഞാൻ വീടിൻ്റെ അടുത്ത് എത്താറായി. ഇനി വേറെ ഒന്നുമില്ല. ശരി, എന്നാൽ പിന്നെ ഓക്കെ, ബൈ.